നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും കൊല്ലം സുധിക്കും കിച്ചുവിനും രേണുവിനുമെതിരെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വീണ രേണുവിനും കൊല്ലം സുധിക്കുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ആരോപണങ്ങൾക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിച്ചു രംഗത്തെത്തുകയും അത് വലിയൊരു വാർത്തയാവുകയും ചെയ്തു. എന്നാൽ കിച്ചു പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീണ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ രേണു പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ സുഹൃത്തായിരുന്ന ഒരു സഹപാഠി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. രേണു പഠിച്ചിട്ടുണ്ടെന്നും എയർ ഹോസ്റ്റേഴ്സ് ആയിരുന്നു എന്നും പല വിവിധ എയർപോർട്ടുകളിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണു രംഗത്തെത്തിയിരുന്നു. അതും ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായി. എന്നാൽ ഇതിലെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സഹപാഠി രംഗത്തെത്തിയിരിക്കുന്നത്. വിവാഹത്തിന് മുൻപാണ് താൻ ഏവിയേഷൻ പൂർത്തിയാക്കി വിവിധ എയർപോർട്ടുകളിൽ ജോലി ചെയ്തിരുന്നത് എന്നും ആ ഒരു കാര്യം, ഈ ഒരു വിവരം സ്റ്റാർ മാജിക്കില് ഒരു എപ്പിസോഡിൽ അതിഥിയായി എത്തിയ സമയത്ത് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വിവാഹശേഷം ജോലിക്ക് പോയിട്ടില്ലെന്നും സുധിച്ചേട്ടനും മകനും പോകേണ്ടെന്ന് പറഞ്ഞതിനാലാണ് ജോലിക്ക് പോകാതിരുന്നത് എന്നും രേണു പിന്നെ അതിനുശേഷം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്റെ സഹപാഠി, അതായത് രേണുവിന്റെ സഹപാഠി രംഗത്തെത്തിയിരിക്കുന്നത്. ഏവിയേഷൻ കോഴ്സ് പൂർത്തീകരിച്ചിട്ടില്ലാത്ത രേണു എങ്ങനെ ഇത്രയും വലിയ കമ്പനികളിലും എയർപോർട്ടുകളിലും ജോലി ചെയ്തു എന്ന സംശയമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത്. മാത്രമല്ല, സുധി മരിച്ച ശേഷം ഒരു അഭിമുഖത്തിൽ താൻ 10ാം ക്ലാസ്സും +2 മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ സഹപാഠി രംഗത്തെത്തിയിരിക്കുന്നത്. രേണു ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എവിടെയും ജോലി ചെയ്തിട്ടില്ല എന്നും രേണു പറയുന്നത് കള്ളമാണെന്നും സഹപാഠി പറയുന്നുണ്ട്. ഞങ്ങൾ പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിങ്സ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഏവിയേഷൻ പഠിച്ചുവെന്ന് രേണു പറയുന്നത് സത്യമാണ്. രേണു ഏവിയേഷൻ പഠിച്ചു എന്നത് കള്ളമാണെന്ന് പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഏവിയേഷൻ പഠിച്ചുവെന്ന് രേണു പറഞ്ഞത് ജെനുവിനായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനും പുള്ളിക്കാരിക്കൊപ്പം പഠിച്ച ഒരാളാണ്. പക്ഷേ അതോടൊപ്പം രേണു പറഞ്ഞ ചില കാര്യങ്ങൾ പച്ചക്കള്ളമാണ്. ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റായി ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോമും എല്ലാമായിരുന്നു. ഏവിയേഷൻ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചതും. എയർ ഇന്ത്യ, ട്രിവാൻഡ്രം എയർപോർട്ട് എന്നിങ്ങനെ പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് രേണു പറയുന്നുണ്ട്. പക്ഷേ അത് കള്ളമാണ്. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായി എനിക്കറിവില്ല. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി എയർപോർട്ടിനുള്ളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു. അല്ലാതെ മറ്റുള്ളവർ ട്രാവൽ ഏജൻസി, ടൂർ പാക്കേജ്, ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജോലിക്ക് കയറിയത്. അല്ലാതെ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല. എയർപോർട്ടിൽ ആർക്കും ജോലി കിട്ടാത്തതിന് കാരണം ഞങ്ങളുടേത് 1 ഇയർ കോഴ്സ് ആയിരുന്നതുകൊണ്ടാണ്. ഡിഗ്രി വിത്ത് ഏവിയേഷൻ വേണം ഈ പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഡിഗ്രി വിത്ത് ഏവിയേഷൻ വേണം ഞങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളതായിട്ട് കണക്കാക്കുകയല്ല. പ്ലേസ്മെന്റ് ലഭിക്കില്ല. പിന്നെ ഇംഗ്ലീഷും ഫ്ലുവൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ എയർപോർട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ രേണു ഇതിനെല്ലാത്തിനും പിന്നിലായിരുന്നു എന്നും സഹപാഠി പറയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ നെടുമ്പാശ്ശേരി എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ട്, എയർ ഇന്ത്യ എന്നിവിടങ്ങളിൽ പോയി ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോയിരുന്നു. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത്. എന്നല്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ പുള്ളിക്കാരി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ. തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് വന്നത്. പല കോഴ്സുകളും പഠിച്ചിട്ടുണ്ടെങ്കിലും രേണു ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഓടി നടക്കുന്ന പ്രകൃതമാണ്. അതുകൊണ്ടാണ് എവിടെയും സെറ്റിലാകാത്തത്. ജോലി ചെയ്തു എന്നത് പച്ച നുണയാണെന്നും സഹപാഠി പറയുന്നുണ്ട്. എന്നാൽ സഹപാഠി രേണുവിനെതിരെ വന്നത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടി, അതായത് വീണ കിച്ചുവിനെതിരെ രംഗത്തെത്തിയതും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴും കിച്ചു താമസിക്കുന്നത് സുധിച്ചേട്ടന്റെ കുടുംബത്തിലാണ്. ഇടയ്ക്കൊക്കെ ഞാൻ പോയി കാണും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കിച്ചുവിന്റെ അമ്മ ശാലിനിയുടെ പേരിൽ ഞങ്ങൾ വഴക്കിട്ടിരുന്നു. കാരണം ശാലിനിക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ട്. ശാലിനിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ പോയാണ് പണം ഇട്ട് കൊടുക്കുക.
പേഴ്സിൽ സ്ലിപ്പ് കാണും. അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വീണ പറയുന്നത്. പിന്നെ കിച്ചു പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു, വഴക്കായിരുന്നു, പക്ഷെ വഴക്കിനൊരു കാരണമുണ്ട്. ഞാൻ അമൃതയിൽ ഷൂട്ടിന് പോകുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോയാൽ വഴക്കുണ്ടാക്കുമോ ഇല്ലയോ? കിച്ചുവിനെയും കൊണ്ടാണ് പോയത് ശാലുണ്ണിയുടെ വീട്ടില്. ഇത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. കിച്ചു അന്നേ കുടുംബത്തിലായിരുന്നു. പിന്നീട് ഈ സംഭവം ഞാൻ ചോദിച്ചപ്പോൾ എന്റെ മുഖത്ത് നോക്കി കിച്ചു കള്ളം പറഞ്ഞു. ഞാൻ അമൃതയിൽ പോയതാണെന്ന് കിച്ചു വീണ്ടും ആവർത്തിച്ചു. ഇതിനു മുൻപ് ശാലിനിക്ക് പൈസ കൊടുത്തതിന്റെ പേരിൽ ഞാനും സുധിച്ചേട്ടനും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശാലിനി ചോദിക്കുമ്പോൾ ബാങ്കിൽ പോയാണ് കൊടുക്കുന്നത്. ഇതിന്റെ സ്ലിപ്പ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അടി ഉണ്ടാക്കിയിട്ട് സുധിച്ചേട്ടൻ കുടുംബ വീട്ടിൽ പോയി നിൽക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പച്ചക്കറി മീനും ഒക്കെ ആയി എന്റെ വീട്ടിലേക്ക് വരും. രേണുവിന്റെ പേരിൽ അവസാന നിമിഷമാണ് വഴക്കുണ്ടായത്. ഒരുപാട് പെൺപിള്ളേരുടെ പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിലേക്ക് ഒരു പെണ്ണിനെ സുധി വിളിച്ചുകൊണ്ട് വരുന്നു. സുധി എവിടെ പോയാലും ആ പെൺകൊച്ച് ഉണ്ടാകും. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെ പുറത്താക്കി. വിവാഹ വാഗ്ദാനം നൽകിയതിന്റെ പേരിൽ ഒരു പെൺകുട്ടി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോയിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ്. ആ സമയത്ത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സുധി അവരെ പിന്നീട് കൈയൊഴിഞ്ഞു. സുധിക്കെതിരെ സംസാരിക്കാൻ തയ്യാറായി പലരും ഇരിക്കുന്നുണ്ട്. ഞാൻ തടഞ്ഞു വെച്ചതാണ്. കിച്ചുവിനൊരു മോശം ഉണ്ടാകരുത് എന്ന് കരുതി. അവനെക്കുറിച്ച് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. കിച്ചു ഒന്നും പറയാത്തത് അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കും. പറഞ്ഞാൽ ചിലപ്പോൾ അനിയനെയൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. എന്റെ മകനായിട്ടല്ലേ കിച്ചു രേണുവിന്റെ മകനായത്. ഞങ്ങൾ വഴക്ക് കൂടുന്നത് കിച്ചു കണ്ടിട്ടില്ല. സുധിച്ചേട്ടനുമായി വഴക്കുണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ശാലിനിയുടെ അടക്കം പേര് പറഞ്ഞാണ് ഇത് നടന്നത്. ശാലിനിയെ വിളിച്ച് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മകനെ കാണണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനും സുധിച്ചേട്ടനും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രേണുവിന് സുധിച്ചേട്ടൻ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ മറ്റ് പല സ്ത്രീകളുമായും സുധിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നും വീണ പറയുന്നുണ്ട്. മഴവിൽ മനോരമയിലേക്ക് പോയപ്പോൾ സുധിച്ചേട്ടന് വലിയ കയറ്റമായിരുന്നു. ആ സമയത്ത് സ്റ്റേജ് ഷോയ്ക്ക് നിരവധി ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റേജ് ഷോയ്ക്ക് നിർത്തി. അതിനുശേഷം സ്റ്റേജ് ഷോയ്ക്ക് നിർത്തി. പിന്നെ ഷോ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഒരു തവണ ഇപ്പോൾ സിനിമാ നടനായ ഒരാളുടെ വീട്ടിൽ ഞാനും സുധിയും കിച്ചുവും പോയി നിന്നിരുന്നു. അന്ന് ഒരു പെൺകുട്ടി സുധിക്ക് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ഞാൻ അവിടെ വെച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. കാമുകിമാരില്ലാത്ത ആൾ എന്തിനാണ് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നത്? ഇയാളുടെ ഈ കഥകളൊന്നും അവരുടെ വീട്ടുകാർക്ക് അറിയില്ല. പല പെണ്ണുങ്ങൾക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പെട്ടുപോകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഇത് പറയുന്നത്. പിന്നെ രേണുവിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ ആദ്യമൊന്നും കരുതിയിരുന്നില്ല. കിച്ചുവിനും ഇതൊക്കെ അറിയാം. രേണു കിച്ചുവിനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കിച്ചു സുധിക്ക് ഫോൺ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതിയത് വീട്ടിൽ നിന്ന് വിളിക്കുകയായിരുന്നു എന്നാണ്. കിച്ചുവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അമ്മ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമെന്നാണ്. സുധിയുടെ മാനേജറായ കാസിം എന്ന ആൾക്ക് ഇതെല്ലാം അറിയാം. അവർ കരുതിയത് ഞാനാണ് വിളിക്കുന്നത് എന്നാണ്. എന്നാൽ അത് രേണുവായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കിച്ചു നാറും ലോക കള്ളനാണ് കിച്ചു എന്നും വീണ പറയുന്നു. എന്നാൽ കിച്ചുവിനെതിരെ ഇപ്പോൾ വീണ നടത്തിയ പരാമർശം കിച്ചു ലോക കള്ളനാണ്, അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചുവിനെയും ഒരുപാട് കരിവരത്തേക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ വീണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെ കൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയിക്കരുത്, പറഞ്ഞാൽ കിച്ചുവിനെ അത് ബാധിക്കുമെന്നുകൂടി വീണ പറയുന്നുണ്ട്. സുധിയുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചും വീണ സംസാരിക്കുന്നുണ്ട്. മദ്യപാനവും മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധവുമാണ് സുധിയുമായുള്ള ബന്ധം പിരിയാൻ കാരണമെന്നും വീണ പറയുന്നുണ്ട്. പിന്നെ കിച്ചുവിനെതിരെ രൂക്ഷമായാണ് കണക്റ്റിംഗ് മീഡിയയിൽ വീണ സംസാരിച്ചത്. അച്ഛനെയും കുഞ്ഞനിയനെയും കെയർ ചെയ്യേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാണ്. ആ കുഞ്ഞിനെ അവൻ മാത്രമേ ഉള്ളൂ. അതുപോലെ വേറൊരു കുഞ്ഞുമുണ്ട്, ശാലിനിയുടെ മകനാണ്. മറ്റൊരു കുഞ്ഞുമുണ്ട്. അത് പിന്നെ ഇവരുമായി സംസാരിച്ചിട്ടൊന്നുമില്ല. സുധിയുടെ മകനല്ലാതെ ശാലിനിയുടെ 2ാമത്തെ ഭർത്താവിലെ മകനാണെന്നും വീണ പറയുന്നുണ്ട്. നേരത്തെ രേണുവും സുധിയുടെ ആദ്യ ഭാര്യ ശാലിനിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. മറ്റൊരു വിവാഹം ചെയ്ത ശാലിനിക്ക് ഒരു മകനുണ്ടെന്നും ശാലിനി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും രേണു അന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം എന്തെന്ന് അറിയില്ല. ലോക്ക്ഡൌൺ സമയത്ത് അന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും രേണു പറയുന്നുണ്ട്. അമ്മ മരിച്ചതറിഞ്ഞ് കിച്ചു കാണാൻ പോയിട്ടില്ലെന്നും രേണു പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ചെറിയ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പോൾ കിച്ചുവിനെയും രേണുവിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ രേണു പറഞ്ഞത് താൻ പഠിച്ചു, ഒരുപാട് എയർപോർട്ടുകളിൽ ജോലി ചെയ്തു എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെ ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ രേണുവിൻ്റെ സഹപാഠി തന്നെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും
കിച്ചു സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം. എന്തായാലും നന്ദി.